നാടിനെ കണ്ണീരിലാക്കി ആലപ്പുഴയിലെ വാഹനാപകടം. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഗവർണറും മന്ത്രിമാരും MLA-മാരും അടക്കം നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. വലിയ സ്വപ്നങ്ങൾ കണ്ടെത്തിയ ക്യാമ്പസിലേക്ക് അവർ 5 പേരും ഒരുമിച്ച് അവസാനമായി എത്തി. കണ്ടു നിൽക്കാനാവാതെ കണ്ണീരണിഞ്ഞ സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും. ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പൊതുദർശനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ടത്. മരിച്ച ദേവാനന്ദന്റെ രക്ഷിതാക്കൾ മെഡിക്കൽ കോളേജിൽ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകനായ ശേഖരിപുരം സ്വദേശി വത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെയും മകനാണ് ശ്രീദീപ്. സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കണ്ട് വരുമെന്ന് അറിയിച്ചാണ് ശ്രീദീപ് രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നത്. പൊതുദർശനത്തിന് ശേഷം 4 പേരുടെയും മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് വിദ്യാർത്ഥിയുടെ കബറടക്കം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നു. തിങ്കളാഴ്ച രാത്രി 9 നാടിനെ ആകെ നൊമ്പരത്തിലാഴ്ത്തിയ ദാരുണമായ അപകടം ഉണ്ടായത്. ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. കാറിൽ 11 പേരുണ്ടായിരുന്നു. മറ്റ് 6 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് യാത്രക്കാരായ 2 സ്ത്രീകളും ചികിത്സയിലുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. അതീവ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്നും ആരോഗ്യ സർവകലാശാലയും വ്യക്തമാക്കിയിട്ടുണ്ട്. മൃതദേഹത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പുഷ്പചക്രമർപ്പിച്ച ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഉച്ചയ്ക്ക് 12:30 ഗവർണർ മെഡിക്കൽ കോളേജിലെത്തിയത്. Said, words fail me. It is not possible, but my heart goes out to the families, and I pray to God that they have the courage and the strength to face this extremely tragic situation, and it is not possible to overcome to mitigate their grief, but people generally and also we share their pain. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, P. പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ക്രമീകരണങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്നു. മതിയായ ചികിത്സ ഈ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ പൂർണ്ണമായ എല്ലാ ചികിത്സയും ഇവിടെ നൽകാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ അതുകൂടിയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നൽകുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിക്കുന്ന ഡോക്ടേഴ്സുമുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ ശാരീരിക അവസ്ഥയും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം
ഓൾറെഡി അവർ കൂട്ടായിട്ട് ആലോചിക്കും. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ്. പക്ഷേ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. രണ്ടുപേരുടെ 4 പേരിൽ 2 പേരുടെ നില ക്രിട്ടിക്കലാണ്. അതിൽ തന്നെ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. മറ്റവർ 2 പേരും താരതമ്യേന അതിൻ്റെ തീവ്രത അവർക്ക് കുറവാണ്. എച്ച് സലാം MLA തിങ്കളാഴ്ച മുതൽ തന്നെ സംഭവസ്ഥലത്തും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി രക്ഷാപ്രവർത്തനത്തിന് തീരുന്നു. PP ചിത്തരഞ്ജൻ MLA, തോമസ് K. തോമസ് MLA എന്നിവരും മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, റവന്യൂ വകുപ്പ് മന്ത്രി K. രാജുവിനു വേണ്ടി ജില്ലാ ഭരണകൂടത്തിനു വേണ്ടിയും പുഷ്പചക്രം അർപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ADM ആശാ C. എബ്രഹാം, അമ്പലപ്പുഴ തഹസിൽദാർ S. അൻവർ എന്നിവർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച രാവിലെ 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, എറണാകുളം സ്വദേശി PP മുഹമ്മദ് ഇബ്രാഹിം, മലപ്പുറം സ്വദേശി B. ദേവാനന്ദൻ, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, കാവാലം സ്വദേശി ആയുഷാജി എന്നിവരാണ് തിങ്കളാഴ്ച അപകടത്തിൽ മരണപ്പെട്ടത്. വിൻ മീഡിയ, ആലപ്പുഴ.